സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ മഴ ലഭിച്ചെങ്കിലും ചൂടിന് ശമനമുണ്ടാകില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ദീപക് തർമ്മടം മറ്റു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ചൂട് വിടാതെ നമ്മളെ പിടികൂടുന്ന അവസ്ഥയാണ്. ഏറ്റവും ഒടുവിലുള്ള മുന്നറിയിപ്പ് തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര ചൂടും ഉഷ്ണതരംഗ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവർ നല്ല കരുതലെടുക്കേണ്ടതുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയിൽ പ്രത്യേകിച്ചും സൺബേൺ, സൂര്യാഘാത സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലി ചെയ്യുന്നവർ നല്ല ജാഗ്രത പാലിക്കണം പുറത്ത്. അതുപോലെ തന്നെ ഈ വിതരണക്കാരും എല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് നൽകാനുള്ള മുന്നറിയിപ്പ് ഈ വേളയിൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 12 ജില്ലകളിലും താപനില ഉയരും. 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അതായത് വയനാടും ഇടുക്കിയും ഒഴിച്ച് ഉയരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഉഷ്ണത്തിന് ശമനം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാർക്കൊക്കെ ആശ്വാസമായി. തിരുവനന്തപുരത്തും മഴ പെയ്തു എന്നാണ് നമ്മുടെ അഭിജിത്ത് മുഴക്കുന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് വിളിച്ച സമയത്ത്. അപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. മലബാറിൽ വയനാട്ടും അതുപോലെ തന്നെ കോഴിക്കോടും 2 ഇടങ്ങളിൽ ഇന്നലെ രാത്രി നല്ല രീതിയിലുള്ള വേനൽ മഴ കിട്ടി. കോഴിക്കോടാണെങ്കിൽ ഇടിമിന്നലോടുകൂടിയുള്ള ശക്തമായ മഴയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ രാത്രി ഒരു 11:30 മുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഉഷ്ണതരംഗ സാധ്യതയും അതിതീവ്ര ചൂട് സാധ്യതയും ഉണ്ട് എന്നുള്ള ഒരു കരുതൽ നമുക്കുണ്ടാകണം. ആ ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.